കർത്താവിൻ്റെ ധന്യമേറിയ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയുള്ള ദൈവസഭയിൽ ഇപ്രകാരം കടന്നു വന്ന ദൈവത്തെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകി തന്ന നല്ല സാവകാശങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മീറ്റിങ്ങുകൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ വർഗീസ് ഫസ്റ്റ്, അതോടൊപ്പം തന്നെ എൻ്റെ ആത്മത്തെ സ്നേഹിതൻ പ്രിയ ബെർലച്ചൻ കുടുംബം, പ്രിയ പപ്പ മമ്മി, പ്രിയപ്പെട്ടവരോടൊക്കെ കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നൽകിത്ത നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ നല്ല നിമിഷങ്ങൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വളരെ എൻകറേജ് ആയിട്ടുള്ള ടെസ്റ്റ് മണികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതകരമേറിയ നല്ല ഡിസിഷൻസിനെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പാട്ടൊക്കെ ഒന്ന് പാടണമെന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു തമിഴ് പാട്ട് ആ സഹോദരൻ പാടിയപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ വയ്ക്കാണ്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല. നല്ല ഒരു പാട്ടായിരുന്നു. നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരുന്നേ. ഇത് ഭയങ്കര ടൈറ്റായിട്ട് സ്തോത്രം. നമ്മൾ തുടർന്നുള്ള ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ പരിശുദ്ധൻ്റെ ആ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസം സൂം മീറ്റിംഗ് നടന്നു. എത്ര പേര് ജോയിൻ ചെയ്തായിരുന്നു? ഞാൻ കണ്ണടയ്ക്കാം, കൈ നോക്കിക്കോ. നമ്മൾ ഈ പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടപ്പോൾ ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു തീം എടുത്തിരുന്നു. ആ തീം ആർക്കെങ്കിലും അറിയാമോ? എൻലൈറ്റൻഡ് ത്രൂ ക്രൈസ്റ്റ്. ആ തീമിനെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എൻ്റെ കൂടെയുണ്ടോ? നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നോ? ഒന്നും അറിയാവുണ്ട്, ഭാരപ്പെടേണ്ട. ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവാണ്. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടൊന്നും ഇരിക്കേണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകരുത്. കർത്താവ് ദാസൻ ബ്രിസ്ബൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെ സീനിയർ പാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഇന്ന് പകലിരിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും. എൻ്റെ ദൈവസഭയുടെയും ഗ്രീറ്റിങ്സ് ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ പുറകിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? ആ പോരാ. കർത്താവിന് മഹത്വം കൊടുക്കും. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. എസ്പെഷ്യലി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴാണ് ഭയങ്കര ജെന്റിൽമാൻമാരാകുന്നത്, അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ജെന്റിൽനെസ് കാണിക്കാറുണ്ടോ? ഞാൻ ദേഷ്യപ്പെടുകയാണ്, പക്ഷെ ഞാൻ എക്സ്പ്രസീവ് അല്ല. അകത്തുണ്ടെന്ന് ഇല്ല. ദേഷ്യം നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് നമ്മൾ എക്സ്പ്രസീവ് ആവും. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എക്സ്പ്രസീവ് ആകുന്ന കാര്യത്തിൽ മലയാളികൾ ഇച്ചിരി പിശുക്കന്മാരാണ്, അല്ലേ? എത്ര പേരൻസ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഐ ലവ് യു മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇടയ്ക്കൊക്കെ പറയണം കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് പറയണം, ചേർത്ത് വിളിച്ചൊന്ന് എടുത്തിട്ട് പറയണം, അവരുടെ മുഖത്ത് നോക്കി പറയണം ഐ ലവ് യു. ഇപ്പം ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോൾ നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഭയങ്കര മാന്യന്മാരായിട്ട് മാറാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുന്നതും ശുശ്രൂഷിക്കുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ വിട്ടുകൊടുക്കാത്തൊരു അനുഭവം നമുക്കുണ്ട്. ഇന്ന് പകലിൽ അങ്ങനെയുള്ള വിഷയങ്ങളുടെ അകത്ത് ഒരു പുതിയ അധ്യായം ദൈവത്തിന് എഴുതാനുണ്ട്. ഒരു ആത്മമണ്ഡലം ഈ ആലയത്തിൻ്റെ അകത്ത് തുറന്നു കിടക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വളരെ ആഴമായിട്ട് ഇന്ന് പകൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകത്തോടു കൂടെ ഒരുവൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണ്ട് കിടക്കുന്ന ഇടത്തേക്ക് ജീവജല നദി ഒഴുകും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ഇന്ന് പകൽ മഹത്വം കൊടുക്കുക. ആ കെട്ടുകൾ ഇന്ന് പകലിൽ പൊട്ടണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ദൈവസഭയുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന
ഒരു അനുഗ്രഹിക്കപ്പെട്ട സീസൺ എക്സോട്ടസ് ദൈവസഭയ്ക്ക് ഇന്ന് പകൽ ആത്മാവിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതരം തുറന്ന് ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യത്താൽ ഇന്ന് പകലിൽ ഞങ്ങളെ ശുശ്രൂഷിക്കുമാറാക്കണം. ഞങ്ങളുടെ വരൾച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മാറണം. ശാബ റാഖ മസി റകുലാധാര. അന്യഭാഷ അടയാളമായി ലഭിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അതരങ്ങളെ തുറന്ന് അല്പസമയം അന്യഭാഷ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്നു. ഫ്രീ ആകട്ടെ, ദൈവസഭ ഒന്ന് ഫ്രീ ആകട്ടെ. ദൈവാത്മാവിൻ്റെ ഒരു മൂവ്മെന്റ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുമ്പോൾ അത്ഭുതകരമേറിയ സാക്ഷ്യങ്ങളെ ദൈവസഭയിൽ ജനിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവസഭയോട് ദൂത് പറയുകയാണ്. നാളിതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്ക് ജനനം കൊടുക്കുവാൻ ദൈവസഭയെ കർത്താവ് കണ്ടിരിക്കുകയോ. ശക്തമായിട്ട് ഈ ദൈവസഭയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് ഈ പകൽ ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുന്നത്, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ, ഈ അവസ്ഥയുടെ അകത്ത് നിന്ന് അല്പം കൂടെ ഒരു ഇൻറ്റിമസി കർത്താവുമായി പ്രാപിച്ചെടുത്ത് ആത്മതലങ്ങൾ ഇതിൻ്റെ അകത്ത് ഓപ്പണായി അത്ഭുതകരമായ സാക്ഷ്യങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു ദൈവസഭയായി ഈ ദൈവസഭ മാറണം. നിങ്ങളത് വിശ്വസിക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അത് കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. എഴുതി വെച്ചോ ബെർബാസ്റ്റേ, ഇതിൻ്റെ അകത്ത് ചില ആത്മീക ജനനങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. ശക്തമായ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പരിധി വരെ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ചില മേഖലകളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. നിങ്ങളത് വിശ്വസിക്കുക. ഈ ഹോളൊക്കെ ഒന്ന് മാറി അല്പം കൂടെ വിശാലതയിൽ ദൈവസഭ വളരുമെന്ന്. ഓ റംശാർത്ഥമാന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വളരുവാൻ കഴിയുന്ന ഒരു ആത്മതലം ഇതിൻ്റെ അകത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങയുടെ മഹത്വത്തിന്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ. തുടർന്നും കർത്താവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തരണം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇതേ ആത്മാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട്, നമ്മുടെ മുമ്പിൽ അധിക സമയങ്ങളില്ലല്ലോ, ഉള്ള സമയത്ത് നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന തീം അതിനല്പം കൂടെ ആഴമായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിനാധാരമായിട്ട് ഒരു വാക്യം ഇന്ന് പകൽ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സഭാപ്രസംഗി, ബുക്ക് ഓഫ് എക്ലീഷ്യൻസ്, ചാപ്റ്റർ 10, 10-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗി ചാപ്റ്റർ 10 വേഴ്സ് 7 ആണ് നമ്മൾ വായിച്ചത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ചില ചിന്തകൾ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ജ്ഞാനികളിൽ ജ്ഞാനിയായിട്ടുള്ള ശലോമോൻ എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജ്ഞാനവചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തെ ദൈവികമായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഭക്തൻ കുറിച്ചിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നും ചിന്തിച്ചാൽ വായിച്ചാൽ വളരെ നമുക്ക് സെൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി 10-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തൊന്ന് വായിച്ച്, വളരെ റിലാക്സ് ചെയ്തിട്ട് ഈ അധ്യായം വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് ഭയങ്കര ഈ വേറൊരു സ്പെക്സ് ഒന്നും വെക്കാതെ അതിനെ വളരെ കൂളായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വളരെ ആഴമേറിയ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ, അതിൻ്റെ 8-ാമത്തെ വാക്യം, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. പാമ്പ് കടിക്കും. നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ മൂഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വേറെ ചിന്തയിൽ വായിച്ചിട്ട് നമുക്കത് കിട്ടത്തില്ല. അതൊക്കെ ജ്ഞാനവചനങ്ങളാണ്. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, കല്ല് കെട്ടുന്നവനെ അതുകൊണ്ട് ദണ്ഡം വരും, വിറക് കീറുന്നവനെ അതിനാൽ ആപത്ത് വരും. ഇതൊക്കെ അനുഭവങ്ങളുടെ അകത്ത് നിന്ന് നമ്മളൊന്ന് ചേർത്ത് പഠിക്കുമ്പോൾ അതൊക്കെ വളരെ എക്സാക്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് താൻ പറയുന്ന ചിന്തകൾ, ഈ എസ്പെഷ്യലി ജ്ഞാനവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വൈസസ്റ്റ് പേഴ്സണും ഫൂളിഷും തമ്മിലുള്ള ഡിഫറൻസിനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് കുഞ്ഞുങ്ങൾ ആ ഭാഗം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായല്ലോ. ഈ വിഡ്ഢിയെക്കുറിച്ച് അല്ലെങ്കിൽ ഫൂളിഷ് ആരാണ് ഫൂൾ എന്നുള്ള കാര്യം വചനത്തിൽ വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് വയ്ക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ തള്ളിക്കറയുന്ന വ്യക്തിയെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നത് എന്തെന്നാണ് വിളിക്കുന്നത്? മൂഢ അല്ലെങ്കിൽ ഫൂളിഷ് എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെയും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹീ റിജക്ട്സ് ദ റിപ്പൻറ്റൻസ്. ദൈവത്താലുള്ള മാനസാന്തരത്തെ തള്ളിക്കളയുന്ന വ്യക്തിയെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മൂഢാന്ന. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ബോധപൂർവം നമ്മൾ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മെ വിളിക്കുന്ന പേരെന്താ? മൂഢാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ ഭാഗം നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 10:7 ഒന്നും കൂടെ ഒന്ന് വായിച്ചേ എല്ലാവരും. ബൈബിൾ നോക്കുമ്പോൾ ഒന്ന് ശബ്ദമുയർത്തി വായിച്ച്. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. അത് റൈറ്റ് ആയ കാര്യമാണോ? ആരെ കുതിരപ്പുറത്തിരിക്കേണ്ടത്? ആരെ കുതിരപ്പുറത്തിരിക്കേണ്ടത്? പ്രഭുക്കന്മാരെ കുതിരപ്പുറത്തിരിക്കേണ്ടത്. ഇവിടെ എന്താ നടക്കുന്നത്? ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. ഒരു വല്ലാത്ത ഒരു പ്രതിഭാസം. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസോർഡറായിട്ട കാര്യം നടക്കുന്നത്. ഓർഡർ അല്ലാതെ അതൊരു ഡിസോർഡറായിട്ട കാര്യം നടക്കുന്നത്. കുതിരപ്പുറത്തിരിക്കേണ്ടുന്ന വ്യക്തി കാൽനടയായി നടക്കുന്നു, കാൽനടയായി നടക്കേണ്ടുന്ന വ്യക്തി കുതിരപ്പുറത്ത് നടക്കുന്നു. ഇനി നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കണക്ട് ചെയ്യുക. മനുഷ്യനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്: ബോഡി, സോൾ, സ്പിരിറ്റ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന വിഷയത്തോട് അനുബന്ധമായിട്ട് ദൈവം നമ്മളെ തിരിച്ചപ്പോൾ അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് ആത്മാവാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതാരെക്കുറിച്ചായി പറയുന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അവരുടെ ആത്മാവിൻ്റെ അകത്ത് ശുദ്ധീകരണം നടന്ന് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മുൻപിൽ നിൽക്കേണ്ടത് ആത്മാവായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദേഹിയുണ്ട്, ദേഹമുണ്ട്. ദേഹിയെ കുറിച്ച് നമുക്കറിയാം, ഇമോഷൻസും വികാരങ്ങളൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾക്ക് തന്നെ. ദേഹം നമുക്ക് സ്പർശനം,
അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഔട്ടർ. പക്ഷേ നമ്മുടെ അകത്ത് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനാൽ എൻലൈറ്റൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിടിവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആത്മാവ് നമ്മളെ കർത്തൃത്വം നടത്തണം. അടുത്തിരിക്കുന്നവർക്ക് കാര്യം കൊടുത്ത് പറഞ്ഞേ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട എന്നെ പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടത്തണം. ആത്മാവ് കർത്തൃത്വം നടത്തണം. ആത്മാവ് കർത്തൃത്വം നടക്കണം. ഈ ഓർഡർ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ദേഹിയാണ് നമ്മളെ നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നയിക്കപ്പെടുന്ന വിശ്വാസിയുടെ ലൈഫ് ഭയങ്കര ട്രബിളായിരിക്കും. എന്നാൽ ആത്മാവിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ചേർന്ന് നമ്മൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയാൽ തോൽക്കപ്പെടുമെന്നുള്ള മണ്ഡലത്തിൻ്റെ അകത്ത് നമ്മൾ ജയിച്ച് കയറാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ എന്തിനു വേണ്ടി കർത്താവ് നമ്മളെ വിടുവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. നമ്മളെ എവിടെ നിന്ന് വിടുവിച്ചെന്ന് നമ്മൾ പഠിച്ചു. അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചെടുത്തു. അത്ഭുത പ്രകാശത്തേക്ക് നമ്മളെ വിടുവിച്ചെടുത്തു. പിന്നെയും അന്ധകാരത്തിൽ നടക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിടുവിച്ചത്, മറിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുവാനാണ് ദൈവം വിളിച്ചിട്ടുള്ളത്. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ആത്മാവിനെ ദൈവാത്മാവ് നടത്തപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താലേ ഞാൻ ദൈവമകനാകത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ദൈവമകളാണെന്ന് പറയാൻ എനിക്ക് പറ്റും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. അത് പറയുന്നുണ്ടെങ്കിലും നമ്മളോട് തന്നെ ചോദിക്കണം, ആം ഐ ലീഡിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്? എന്നെ ദൈവത്തിൻ്റെ ആത്മാവാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നെ നയിക്കുവാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ വായിച്ച ഭാഗം നമുക്ക് ആപ്ലിക്കബിളാണ്. എന്താ? പ്രഭുക്കന്മാർ കാൽനടയായി പോകുന്നു, ദാസന്മാർ കുതിരപ്പുറത്ത് കയറുന്നു, ദേഹി ഡൊമീനിയൻ ചെയ്യുന്നു, ആത്മാവ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ മണ്ഡലത്തിൻ്റെ അകത്ത് നിന്ന് ഇന്ന് പകലിൽ പുറത്തു വരണമെങ്കിൽ ഈ വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് ഒന്ന് കയറണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതെങ്ങനെ കയറുന്നത്? അത് നമ്മൾ ആത്മാവിൽ വിശ്വസിച്ച് പറയാൻ തുടങ്ങണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് ആത്മാവിൽ വിശ്വസിച്ച് നമ്മൾ പറയാൻ തുടങ്ങണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വാചകം നമ്മൾ ഉരുവിടണം. കർത്താവേ, ഞാൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ദൈവാത്മാവ് എന്നെ നടത്തണം. കൂടെയുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഒരു ഇമോഷൻസ് ആകരുത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇമോഷൻസിന്റെ അകത്ത് നിന്നാകരുത് നമ്മൾ പ്രതികരിക്കേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവ് ആ വിഷയത്തിന്റെ അകത്ത് എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ സെൻസോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. അപ്പൊ ആത്മാവിന്റെ അകത്ത് അങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആരാധനയ്ക്ക് വലിയ മാറ്റം സംഭവിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പല കാര്യങ്ങളും അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ 2 പേരുടെ ജീവിതാനുഭവത്തെ നിങ്ങളുടെ മുമ്പിലൊന്ന് വരച്ച് കാണിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. 1 ശമൂവേലിന്റെ പുസ്തകം ഒന്ന് എടുത്ത്, 1 ശമൂവേലിന്റെ പുസ്തകം അത് 30-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുക. 1 ശമൂവേൽ 30-ാമത്തെ അധ്യായം, ചാപ്റ്റർ 30. അവിടെ ദാവീദിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ ആഴമേറിയ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് ഉള്ള നന്മകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾക്കൊരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന വേദഭാഗത്തിൻ്റെ അകത്ത് വളരെ അനുഗ്രഹീതമായൊരു വാക്യമുണ്ട്. ദാവീദോ ദൈവത്തിങ്കൽ ധൈര്യപ്പെട്ടു. ഒന്നെടുത്ത് വായിച്ചേ, 30-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് വായിച്ചോ.
ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, ഞാനത് വിവരിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ദാവീദിന് നേരെ കടന്നു വരികയാണ്. ഈ സിക്ലാഗിലെത്തിയ സമയത്ത് വലിയൊരു പ്രതിസന്ധി ദാവീദിന് നേരെ പിടിപെട്ടുമ്പോൾ പട്ടണം തീവെച്ചും ഭാര്യമാരെയും കുട്ടികളെയും അടിമകളാക്കി സ്വന്തം ജനം തനിക്കെതിരെ കല്ലെറിയുന്ന സാഹചര്യം മുന്നിൽ കടന്നു വന്നപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന വചനം വളരെ പവർഫുള്ളായ വചനമാണ്. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എൻ്റെ ചോദ്യം, ദേഹത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് ഇങ്ങനെയൊക്കെ അറ്റാക്ക് നേരിട്ടപ്പോൾ ദാവീദേ, നിനക്ക് എവിടുന്ന ഈ ബലം കിട്ടിയത്? അത് ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും എൻ്റെ ആത്മാവിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പുറത്തിപ്പുറത്തുനിന്ന് ഇരിക്കുന്നവനും കൈയടിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. അപ്പൊ ദാവീദ് തന്നെ പറയുന്നേ, അവരാരാധിക്കണ്ട, ഇവരും ആരാധിക്കണ്ട. എൻ മനമേ, ഹലോ, ഓ മൈ സോൾ, എന്ത് ചെയ്യണം നീ? എപ്പോഴെങ്കിലും നമ്മുടെ സോളിനോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? കാണുന്നവരോട് സംസാരിക്കാൻ സമയമില്ല വാസ്തു, പിന്നെ സോളിനോട് അല്ലേ? ഹൃദയം തകർന്ന് വേദനയോടുകൂടെ ഭാരത്തോടുകൂടെ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ദൈവമക്കൾക്ക് ആത്മാവിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫറ്റിക്കൽ റലമ നിന്റെ ആത്മാവിനോട് നീ സംസാരിക്കുക. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്ത് തീർന്നെന്ന് പറഞ്ഞ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്ന് വഴി ഒരുക്കിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചത് നിങ്ങൾ കേട്ട ഒരു പ്രാവചനിക ശബ്ദമാകണമെന്നില്ല. നിന്റെ ആത്മാവിനോട് ദൈവത്തിൽ ആശ്രയിച്ച് നീ എപ്പോഴോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന ആത്മമണ്ഡലത്തെ നിങ്ങൾ എടുക്കണം. ആത്മമണ്ഡലത്തിൽ ആ കാര്യങ്ങളെ കാണണം. തന്നെ ധൈര്യപ്പെടുത്താൻ ചാർച്ചക്കാരോ കൂട്ടുകാരോ ആരുമില്ല. കൂടെ നിൽക്കുന്നവരും തനിക്കെതിരെ എന്തെടുത്തുക, കല്ലെടുത്തെറിയുക. ബിക്കോസ് ഓഫ് യുവർ ലീഡർഷിപ്പ്, നിന്റെ ലീഡർഷിപ്പും കൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിൽ കടന്നു വന്നതെന്ന് പറഞ്ഞ് അവനെതിരെ കല്ലെടുത്തപ്പോൾ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ഈ സാധനം, ഈ കാര്യം, ഈ വെളിപ്പാട് നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതാ. ആണോ? ധൈര്യപ്പെടുത്തുവാൻ ദൈവദാസന്റെ ഫോൺ കോൾ വന്നില്ലെങ്കിലും, ധൈര്യപ്പെടുത്തുവാൻ കൂട്ടുവിശ്വാസികൾ നമ്മുടെ കൂടെയില്ലെങ്കിലും, ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രാപിച്ചെടുത്ത് നിന്റെ ആത്മാവിനോട് നീ സംസാരിക്കണം. ഇപ്പോഴുള്ള ഈ സ്ഥിതിഗതികളുടെ അകത്ത് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. രാമ സംധരാർത്ഥലാദര. ഈ കാര്യങ്ങൾ ഭക്തന്മാർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ. ആര് പറഞ്ഞതാ? പൗലോസ് പറഞ്ഞതാ. പൗലോസ് പറയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി വരുന്നു. അത് പറയാനുള്ള സാഹചര്യം തനിക്ക് സപ്പോർട്ടീവ് അല്ലായിരുന്നു എല്ലാവരും. അതിൻ്റെ അകത്തും ദൈവത്തോട് തൻ്റെ ആത്മാവ് കണക്റ്റായപ്പോൾ താൻ വിളിച്ചു പറയുക, എൻ്റെ ആത്മാവ് ബലത്തോടുകൂടെ നിൽക്കുന്നോടത്തോളം സമയം ഈ സാഹചര്യങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിയത്തില്ല. ഇവിടെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് അഷുറൻസ് ആയിട്ട്
ഇന്ന് പകലിൽ പറയാനുള്ള ഒറ്റ സന്ദേശമുള്ളൂ. നമ്മൾ ലോക മനുഷ്യരെക്കാൾ വ്യത്യസ്തരാക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. സമയവും സാഹചര്യവും സ്ഥലവും പരിസ്ഥിതികളും ഒന്നും നോക്കാതെ നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് പറയുക, നീ ദൈവത്തിനൊന്ന് ഭയപ്പെട്. ശാബാർത്ഥമന ലംധന സൈധരാർത്ഥല ആ സോളിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകലിൽ ആത്മമണ്ഡലത്തിൽ നിന്നോട് പറ, എന്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞെരുകുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അങ്ങനെ പറയാൻ തുടങ്ങുന്ന വ്യക്തികൾക്കു വേണ്ടി സകല വഴികളും അടഞ്ഞെന്ന് ലോകം പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിന്റെ അകത്ത് ക്ഷീണം വന്ന് ഒരു യുദ്ധത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യം. യുദ്ധം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം പോകുവോളം കരഞ്ഞു എന്നാ പറയുന്നത് അല്ലേ? തന്റെ ബലം പോകുവോളം. ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലായിരുന്നു. സ്വന്തം ഭാര്യമാരും കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യുദ്ധത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? പക്ഷെ ഹൃദയം ദൈവസന്നിധിയിൽ ധൈര്യപ്പെട്ട വ്യക്തിയോട് ദൈവം പറയുക, നീ അവരെ പിന്തുടർന്ന് പിടിക്കുക. സ്തോത്രം. ചില നഷ്ടങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, നഷ്ടം പറ്റിപ്പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് കരയാനല്ല ദൈവം പറയുന്നത്. ദൈവസന്നിധിയിൽ നിന്നൊരു ബലം സ്വീകരിച്ച് പിന്തുടർന്ന് പിടിക്കുവാൻ ഇന്ന് പകൽ ദൈവം നമ്മെ ബലപ്പെടുത്തും. അല്ലെങ്കിൽ പിന്നെ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ മാറ്റി എഴുതണം. നമ്മൾ തന്നെ പറയുന്നത് തുള്ളനും വെട്ടിക്കിളിയും തിന്ന് കളഞ്ഞ, ഹലോ ബൈബിൾ വാക്യം എങ്ങനെ പറയും? തുള്ളനും വെട്ടിക്കിളിയും തിന്ന് കളഞ്ഞ ആ നാളുകൾ ഞങ്ങൾക്ക് മടക്കിത്തരണം. എങ്ങനെ മടക്കി തരാൻ പോണത്? ആർക്കാ മടക്കി തരുന്നത്? ആർക്കാ? ആത്മാവിൽ ബലം സ്വീകരിച്ച വ്യക്തിക്കാ അത് ദൈവം മടക്കി തരാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. അപ്പം നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചാണ് നമ്മൾ വലിയ പോരാട്ടത്തിലായിരിക്കുന്നത്. ദേഹിയും ദേഹവും ഒന്നും അത്രമേൽ വിഷയമല്ല. നമ്മുടെ ആത്മമനുഷ്യനോട്, ആത്മമണ്ഡലത്തോടാണ് ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. കാരണം ഒരു ആത്മാവിൽ ക്ഷീണിച്ചു പോയാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി രണ്ടും എന്ത് ചെയ്യും? പ്രബലപ്പെടാനായിട്ട് തുടങ്ങും, ശക്തിപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ക്രിസ്തുവേശുവിലൂടെ ഒരു എൻലൈറ്റ്മെന്റ് എൻ്റെ ആത്മാവിൻ്റെ അകത്തങ്ങ് പകർന്നിട്ടുണ്ട്. ആ ആത്മമണ്ഡലത്തിൽ ഞാൻ എത്രത്തോളം ശക്തനാണെന്ന് ഞാൻ തിരിച്ചറിയുക. അതിനോട് ഏതെങ്കിലും തരത്തിൽ എക്സ്ക്യൂസ് പറഞ്ഞ് അതിനെ കുറച്ച് കളയുന്ന ഒരു കാര്യം ചെയ്യാതെ എൻ്റെ ആത്മമനുഷ്യൻ എപ്പോഴും പ്രബലപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും, ശ്രദ്ധിക്കും. ഇത് ഒരു അടുത്തൊരു കാര്യം കൂടെ പറയാം. ആത്മമനുഷ്യനെയും ജഡത്തെയും സംബന്ധിച്ച് നമ്മൾ ഏതിനാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി പ്രബലപ്പെടും. ഇഫ് യു ആർ സോ ഇൻട്രസ്റ്റ് അബൌട്ട് യുവർ ഫിസിക്കൽ ബോഡി, നിങ്ങളൊരു എക്സസൈസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആര് ഓട്ടോമാറ്റിക്കലി പ്രബലപ്പെടുക? ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ പുറത്തെ മനുഷ്യൻ പ്രബലപ്പെടും. എന്നാൽ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് പോലെ നമ്മൾ നമ്മുടെ സമയങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ, പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമയുള്ളവൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം. പാസ്റ്റർ, എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ എനിക്കിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ആത്മസ്വഭാവത്തിൻ്റെ അകത്ത് വലിയ മാറ്റം വന്ന് ഞാനല്ലാതെ ആയി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടെങ്കിൽ അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ.
നിന്റെ പുറമെയുള്ള മനുഷ്യനെ നീ ക്ഷയിപ്പിക്കണം, അകമയുള്ള ആത്മാവിനെ നീ ബലപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഒരു റെവലേഷൻസ്, അങ്ങനെയൊക്കെ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഒരു വെളിപ്പാട് പറയാം. ആരാധിക്കുന്ന വ്യക്തിയെ ആരാധിക്കുന്ന ദൈവത്തെ പോലെ ആക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കാലം കർത്താവിന് വേല ചെയ്യാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അവിടെയുള്ള സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാധിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം, അവർ ആരാധിക്കുന്ന ആ വ്യക്തിയെപ്പോലെ അവർ ഓട്ടോമാറ്റിക്കലി ആകുന്നു. അതായത് കണ്ടിട്ടുമുണ്ട്. എന്നാൽ പുതിയ നിയമസഭയെക്കുറിച്ച് ശക്തമായ വചനത്തിനകത്തൊരു വെളിപ്പാട് പറയട്ടെ. യേശുവിനെ നാം അധികം ആരാധിച്ചാൽ നമ്മൾ യേശുവിനെ പോലെ ആകും. ആരാധനയ്ക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയല്ല കേട്ടോ അന്യഭാഷ നിനക്ക് ഗിഫ്റ്റായിട്ട് കർത്താവ് തന്നത്. അല്ലെങ്കിൽ എന്നെയും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കർത്താവ് തന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ യേശുവിനെ പോലെ ആയിത്തീരണം. ഹല്ലേലൂയ. എൻ്റെ യേശു പ്രതികരിച്ചതുപോലെ എനിക്ക് പ്രതികരിക്കാൻ കഴിയണം. എൻ്റെ യേശു കാര്യങ്ങളെ കാണുന്നത് പോലെ എനിക്ക് കാണാൻ കഴിയണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവേ, എനിക്ക് അതിന് കഴിയാതെ വണ്ണം എന്നിൽ പ്രബലപ്പെട്ട് നിൽക്കുന്ന ദേഹിയെയും ദേഹത്തെയും അങ്ങയുടെ വചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ മുമ്പാകെ ഒന്ന് താഴ്ത്തി, എൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മാവ് എൻ്റെ പ്രിയനുമായി അല്പം കൂടെ ഒന്ന് കയറി വരുവാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് എത്ര പേർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ കവർച്ച ചെയ്തു കൊണ്ടുപോയ വിഷയങ്ങളെ താൻ പിന്തുടരുക. അകത്തൊരു ആത്മബലം ലഭിച്ച വ്യക്തികൾക്ക് വന്ന നഷ്ടത്തെപ്പറ്റി തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഹലോ, എനിക്ക് ഒരു നഷ്ടം വന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അകത്ത് വീണ ദൈവികമായിട്ടുള്ള കൃപകളുടെ അളവിന് എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്ത് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ചിലത് എന്നിൽ നിന്ന് കവർച്ചയായി കൊണ്ടുപോയി. എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ആത്മാവിലുള്ള ആ ചലനങ്ങൾ, എൻ്റെ അഭിഷേകത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടിൻ്റെ തലങ്ങളൊക്കെ എനിക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യനെ ഇന്ന് പകലിൽ ശക്തീകരിക്കപ്പെട്ട് ആത്മാവിനാൽ ഒന്ന് പ്രതികരിപ്പാൻ കഴിയേണ്ടതിന് നഷ്ടത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ അകത്തൊരു ദൈവിക ബലം സ്വീകരിച്ച് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന വിഷയത്തെ മടക്കി പിടിക്കുവോളം പിന്തുടർന്ന് പിടിപ്പാൻ എൻ്റെ മേലൊരു അഭിഷേകം ഇന്ന് പകലിൽ തരണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്? രണ്ടാമത്തെ ഒരു വ്യക്തിയും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് ശരണപ്പെടുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:46 അവിടെ പറയുന്നു, മൈ സോൾ ഡസ് മാഗ്നിഫൈ ദ ലോർഡ് ആൻഡ് മൈ സ്പിരിറ്റ് ഹാസ് റിജോയ്സ്ഡ് ഇൻ എ ഗോഡ് മൈ സേവിയർ. മലയാളത്തിൽ അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ശ്രദ്ധിച്ചോ? എപ്പോഴത് സംഭവിച്ചത്? ദൂതന്റെ വിസിറ്റേഷൻ നടക്കുക. ദൂതന്റെ വിസിറ്റേഷൻ നടക്കുമ്പോൾ ലോകത്ത് ഇന്നയോളം കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി സഹോദരിയെ കർത്താവ് തിരഞ്ഞെടുത്തു. അവിടെ പറയുകയാ, നിന്നിലൂടെ ഒരു പുരുഷ പ്രജ പുറത്തു വരും,
അത് ലോകത്തെ രക്ഷിപ്പാനിരിക്കുന്ന യേശു ക്രിസ്തു. മറിയപ്പ പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഒറ്റ ഉത്തരം, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും. വിട്ടുകളയരുത് ആ പദം. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ബുദ്ധിയും കൊണ്ട് ചിന്തിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റാത്ത മേഖലയുടെ അകത്ത് ആത്മാവിൽ ആ ഉത്തരത്തെ റിസീവ് ചെയ്യണം. ഞാൻ ചിന്തിച്ചിട്ട് എനിക്കിതിന് സൊല്യൂഷൻ കിട്ടുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അത്യുന്നതൻ്റെ ശക്തി ഈ വിഷയത്തെ ഓവർലാപ്പ് ചെയ്താൽ അത്ഭുതം അതിൻ്റെ അകത്ത് സംഭവിക്കും. വിശ്വസിച്ചൊരാമയും പറഞ്ഞേ. ഇവിടെ ഇരുന്ന് അസാധ്യതകളുടെ കണക്കുകൂട്ടലൊക്കെ കണക്ക് കൂട്ടി ആരാധിക്കാൻ പോലും കഴിയാതെ വണ്ണം ഹൃദയത്തെ ടെൻഷൻ അടിപ്പിച്ച് ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയാതെ ഇന്ന് പകലിൽ ആലയത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ വിഷയത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, അത്യുന്നതന്റെ ശക്തി നിന്റെ ആ വിഷയത്തിന്റെ മേൽ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഓ ജീസസ്, ആത്മാവിൽ നിന്ന് പ്രൊനൗൺസ് ചെയ്ത് പറ, അത്യുന്നതന്റെ ശക്തി ഈ വിഷയത്തിന്റെ മേൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്ന വിഷയത്തിന്റെ അകത്ത് അത്ഭുതകരമായ നീക്കുപോക്ക് കർത്താവ് ഈ പകൽ നൽകി തരും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ജീസസ്, അപ്പൊ തന്റെ ദേഹിയും കൊണ്ട് തനിക്ക് ചിന്തിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും കഴിയാത്ത നിലവാരത്തിൽ ഒരു അസാധാരണമായ ഒരു എൻകൗണ്ടറിനെ ഈ സഹോദരി നേരിടുമ്പോൾ പറയുകയാണ്, ഞാൻ ആത്മാവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. ഇത് പിടികിട്ടുന്നുണ്ടോ? ദൈവശബ്ദത്തെ തിരിച്ചറിയുന്നുണ്ടോ? വെച്ചിരിക്കുന്ന ടാസ്ക്, കടക്കേണ്ടുന്ന ടാസ്ക്, എനിക്ക് എത്തിപ്പിടിക്കേണ്ടുന്ന കാര്യം, ഞാൻ ട്രബിൾ ആയിക്കൊണ്ടിരിക്കുന്ന വിഷയം, എൻ്റെ ബുദ്ധിയുടെ സമാധാനത്തെ കെടുത്തുന്ന വിഷയമാണെങ്കിലും എൻ്റെ ആത്മാവിപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൈ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പാസ്റ്ററെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതാ. ഞാൻ കടന്നു പോകുന്ന സാഹചര്യം എന്നെ ട്രബിൾ ചെയ്യുന്നതാ. സന്തോഷിപ്പാൻ എനിക്ക് ഒരു വകയുമില്ല. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉള്ളം ദൈവത്തെ മഹിമപ്പെടുത്തുന്നു. കാരണം എൻ്റെ ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കുക. ഹൃദയത്തിന്റെ അകത്തെ ആരാധനയെ പിശാചായവൻ കഴിഞ്ഞ ദിനങ്ങളിൽ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, ആരാധിപ്പാൻ കഴിയാതെ വണ്ണം, അതരം ചലിപ്പിക്കാൻ കഴിയാതെ വണ്ണം, ആത്മാവ് സന്തോഷിപ്പാൻ കഴിയാതെ വണ്ണം നീ അടയപ്പെട്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ദൈവിക സന്തോഷത്തെ ഇന്ന് പകലിൽ റെസ്റ്റോർ ചെയ്യുവാൻ. ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി ആരാധിച്ച ദൈവമക്കളെ ഇന്ന് പകലിൽ സാഹചര്യങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ദൂത് പറയുക, നിന്റെ ഹൃദയത്തിന്റെ അകത്തെ ആത്മാവിലെ ഇന്ന് പകലിൽ റിലീസാവട്ടെ. ദേഹിയുടെ അകത്ത് ചിന്ത കൊണ്ടിട്ട്, സമ്മർദ്ദം കൊണ്ടിട്ട് സന്തോഷത്തെ കെടുത്തിക്കളയുന്ന സാഹചര്യത്തിന്റെ അകത്ത് ട്രാപ്പായി കിടക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ഉള്ളം സന്തോഷിച്ച് അവനെ മഹിമപ്പെടുത്തണമെങ്കിൽ നിന്റെ ആത്മാവിന്റെ അകത്ത് ഒരു ദൈവികമായ ചലനം എന്ന് സംഭവിക്കണം. ആത്മാവ് കണക്റ്റായവന്റെ ആരാധന കണ്ടാൽ അറിയാം, അവനെ എത്ര ഒതുക്കി വെക്കുന്ന സാഹചര്യമാണെങ്കിലും, കാരാഗ്രഹമാണെങ്കിലും, പത്മോസ് ആണെങ്കിലും, കൂടെ ആരുമില്ലെങ്കിലും, സൗണ്ട് സിസ്റ്റം ഇല്ലെങ്കിലും, പാട്ട് നല്ലതല്ലെങ്കിലും, ആത്മാവ് കണക്റ്റായവൻ ഉള്ളം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ ആരാധനയിലേക്ക് മടങ്ങുവോ. വെളിപ്പാടാ ഈ പേര് കേട്ടോ, വെളിപ്പാടാ ഈ പേര്, വെളിപ്പാടാ.
ഇത് വെളിപ്പാടിനേക്കാൾ അപ്പുറമായിട്ട് ദൈവസഭയുടെ ഒരു ഫേസ് ആയിട്ട് മാറാമെങ്കിൽ അസാധ്യതകളെ സാധ്യമാക്കുന്നവന്റെ കരം ഇതിന്റെ അകത്ത് ചലിച്ചു തുടങ്ങുമെന്ന്. ആരാധന ദൈവസഭയുടെ റൊട്ടീനല്ല. ആരാധന ദൈവസഭയെ സംബന്ധിച്ച് ഒരു വെളിപ്പാടാണെന്ന് ഇന്ന് പകല് തിരിച്ചറിയണം. ശ്രദ്ധിച്ചോ? കർത്താവിന്റെ ആ മഹത്വമുള്ള സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പൊ മറിയയുടെ ഉള്ളം ക്ഷീണിച്ചിരിക്കുക, തളർന്നിരിക്കുക. പക്ഷെ തൻ്റെ ആത്മാവ് ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വാക്യം നോക്കിക്കേ. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇങ്ങനെ ഉല്ലസിക്കുന്ന വ്യക്തികളുടെ അകത്താ ആത്മാവിലുള്ള ചലനങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ലീഡ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ചലനം തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി പറയുന്നേ ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിക്കണം. യേശുവിനെ കുറിച്ച് അത് വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവിനാലാണ് യേശു ജനിച്ചത്, ഉരുവായത്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു ജനനമാണ് നമ്മുടെ അകത്ത് നടന്നത്. അതുകൊണ്ടാണ് ലോകക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള അത്ഭുതവഹമായ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജനനം എൻ്റെ അകത്ത് സംഭവിച്ചപ്പോൾ ഞാൻ അതിയായ സമ്മർദ്ദത്തിൻ്റെ അകത്തൂടെ അന്ന് കടന്നുപോയെങ്കിലും ആ ജനനം എന്നെ വ്യത്യസ്തനാക്കിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ജീവിതത്തിനാകമാനം മാറ്റം വരുത്തിയത് യേശു എൻ്റെ ഉള്ളത്തിൽ ജനിച്ചതുകൊണ്ടാ. യേശു എൻ്റെ അകത്ത് ഉള്ളത്തിൽ ജനിച്ചത് മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ? യേശു ആത്മാവിൽ ജനിച്ചു, യേശു ആത്മാവിൽ വളർന്നു. യേശു എന്ത് ചെയ്തു? ആത്മാവിൽ വളർന്നു. 4-ാമത്തെ അധ്യായം വരുമ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 3 പരീക്ഷകൾ. ആദ്യത്തെ ആദാം വീണുപോയി, ഒടുക്കത്തെ ആദാമായ ക്രിസ്തു അതിനെ ജയിച്ചു. കാര്യം എന്താ? പരിശുദ്ധാത്മാവിൽ ജനിച്ച്, പരിശുദ്ധാത്മാവിൽ വളർന്ന്, പരിശുദ്ധാത്മാവിൽ ലീഡ് ചെയ്തപ്പോൾ പരീക്ഷ കാലഘട്ടത്തെ ജയിച്ച് യേശു പുറത്തു വന്നതുപോലെ ഇന്ന് പകൽ വിശ്വസിക്ക്, ക്രിസ്തുവിനാലുള്ള ഒരു എൻലൈറ്റ്മെന്റ് എൻ്റെ അകത്ത് വീണ് എന്നെ കർത്താവ് വിടുവിച്ച് വീണ്ടെടുത്ത് അവന്റെ ആത്മാവിനാൽ നിറച്ച് ആത്മാവെന്നെ നയിക്കുന്ന മരുഭൂമി എനിക്ക് വേണ്ടി ഉദ്യാനമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം ചെയ്യ. ഓ ജീസസ്. 3 പരീക്ഷ. കല്ലെന്ത് ചെയ്യണം? അപ്പമായി തീരാൻ കൽപ്പിക്കണം. കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ചിന്തിച്ചാൽ അപ്പമാക്കി എടുക്കാൻ കഴിവുള്ള കർത്താവ്. ഹലോ, ചിന്തിച്ചാൽ മതി, അതെന്തായി തീരും? അപ്പമായി തീരും. ഇന്ന് പകൽ ശ്രദ്ധിച്ചോണം കേട്ടോ. എല്ലാ കല്ലും അപ്പമായി തീരണമെന്നില്ല. ആളെ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കല്ലും അപ്പമായി തീരണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ കല്ല് അപ്പമായി തീർന്നില്ലെങ്കിലും കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞോളണം. മനസ്സിലാവുന്നുണ്ടോ? മഹത്വം കാണിച്ചിട്ട് പറഞ്ഞു ചാടിക്കോ. നമ്മളാണെങ്കിൽ 7 പണ്ട് ചാടിയേനെ. പക്ഷെ കർത്താവ് ചാടിയില്ല. കർത്താവ് വചനത്താൽ തിരിച്ചു മറുപടി പറയുക. അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റാ. ദിസ് ഈസ് റിട്ടേൺ. എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എൻ്റെ കർത്താവ്
പരീക്ഷ കാലഘട്ടത്തിന് മുന്നമേ എന്നെ കുറിച്ച് ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നമ്മൾ ജനിക്കുന്നതിനേക്കാൾ മുന്നമേ, ഉരുവാകുന്നതിനേക്കാൾ മുന്നമേ നമ്മെ കുറിച്ച് എഴുതി വെച്ച കർത്താവ് പറയുക, ഈ പരീക്ഷ കാലഘട്ടം നീ ഒന്ന് തരണം ചെയ്ത് ജയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ അറിയാത്ത ദൂതന്മാർ നിന്നെ ശുശ്രൂഷിക്കുന്ന ഒരു സമയം നിനക്ക് വേണ്ടി ഒരുക്കുമെന്ന്. ഒരു നിമിഷം എഴുന്നേറ്റ് ആത്മാവിൽ അല്പസമയം ഈ വചനദൂതിനെ ഏറ്റെടുത്ത് പകൽ അല്പസമയം ഒരു ദൈവിക വെളിപ്പാടിൽ കർത്താവിനെ എനിക്കൊന്ന് മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, ഞങ്ങൾ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എൻലൈറ്റ്മെന്റ് ത്രൂ ക്രൈസ്റ്റ്, ഇത് ഞങ്ങൾക്ക് ഒരറിവായിട്ടല്ല ഇന്ന് പകൽ നിൽക്കേണ്ടത്, മറിച്ച് ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിൽ ആ വെളിപ്പാടിനെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ എൻ്റെ ഹൃദയം ദൈവത്തിൽ സന്തോഷിക്കുവാൻ, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആരാധിപ്പാൻ ഇന്ന് പകൽ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആഴമായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആത്മമണ്ഡലത്തിൻ്റെ അകത്ത് അസാധാരണമായ കാര്യങ്ങളെ ഇന്ന് പകലിൽ കണ്ട് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ എൻ്റെ മേൽ അങ്ങയുടെ ശക്തിയെ പകരണമേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്ക്. കർത്താവ് അത്ഭുതങ്ങൾ ഇന്ന് പകൽ ചെയ്യട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. കർത്താവ് പകർന്നിരിക്കുന്ന ദൈവികമായിട്ടുള്ള അഭിഷേകത്തെ ആത്മമണ്ഡലത്തിൽ അതിൻ്റെ വിലയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വിധേയപ്പെട്ട് നാം ചുവടുകൾ എടുത്തു വെക്കാൻ കഴിഞ്ഞാൽ മരുഭൂമിയാണെന്ന് പറയുന്ന പരീക്ഷയുടെ ആ കാലഘട്ടത്തെയും ജയിച്ച് പുറത്തു വരുവാൻ കഴിയുന്ന ഒരു അഭിഷേകം കർത്താവ് നമ്മുടെ പകരയും. ആത്മാവാണ് നിന്നെ മരുഭൂമിയിലേക്ക് നയിച്ചതെങ്കിൽ അടുത്ത ഭാഗം പറയുന്നു, അവൻ ആത്മാവിൻ്റെ ബലത്തോടു കൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. ഇന്ന് പകലെ ഈ വചന വെളിപ്പാട് ദൈവസഭയുടെ മേൽ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു ദൈവപ്രവൃത്തിയായിട്ട് സംഭവിക്കട്ടെ. എൻലൈറ്റ്മെന്റിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് നമ്മൾ നമ്മുടെ കർത്താവിനെ പോലെ ആയിത്തീരണം. നമ്മുടെ യേശുവിനെ പോലെ നമ്മൾ ആയിത്തീരണം. അവൻ്റെ ശബ്ദം കേൾക്കുന്ന, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് ദൈവനാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ ഒരുക്കുന്ന ആ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പ്രിയ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള ദൈവസഭയെ നിറഞ്ഞ ഹൃദയത്തോടു കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഒരു വലിയ ദൈവ പദ്ധതിക്ക് വേണ്ടി ഈ ദേശത്ത് കർത്താവ് തന്നെ മക്കളെ നട്ടുവെങ്കിൽ ഇതിൻ്റെ മേലുള്ള എല്ലാ ദൈവിക പദ്ധതികളും അവരുടെ മേൽ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ ഇന്ന് പകൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്നിനാരും ക്ഷീണിച്ചും തളർന്നു പോകാൻ ഇടവരുത്താതെ വണ്ണം ആത്മാവിൽ ശക്തീകരിക്കപ്പെട്ട് അഭിഷേകത്തിൻ്റെ ദൈവത്തോടുകൂടെ ചലിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും എൻ്റെ മക്കളെ നൽകുമാറാക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. കരമടിച്ച് ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇപ്രകാരം ഈ ദേശത്തേക്ക്, ഈ രാജ്യത്തിലേക്ക് അതിൻ്റെ കാര്യാദികളൊക്കെ ചെയ്തു തന്ന ഇവിടെയുള്ള ദൈവസഭയോടും എൻ്റെ വാത്സല്യ സുഹൃത്ത് പ്രിയ ബെർലച്ചാനവരുടെ കുടുംബം